ഇത് വൈറ്റ് പേപ്പർ എന്നത്. കാരണം ഈ വൈറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യുന്ന തുടങ്ങുന്ന ഒരാഴ്ചക്ക് മുമ്പ് തന്നെ ഈ എസ്പെഷ്യലി UK മലയാളികളുടെ മനസ്സിലൊക്കെ വളരെയധികം എന്ന് വെച്ചാൽ സെറ്റിൽമെന്റും സിറ്റിസൺഷിപ്പ് കിട്ടിയ ആളുടെ അവരുടെ ആംഗിളിൽ നിന്നല്ല ഞാൻ പറയുന്നത്. തിയേറ്ററുകളിലേക്ക് വിസ മാറിയവരുടെ നേഴ്സസ് ആയാലും കെയർ വർക്കേഴ്സ് ആയാലും ഈവൻ സ്റ്റുഡന്റ് വിസക്കാരായാലും അവർക്ക് പ്രതീക്ഷകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ മനസ്സിലല്ല ഒരു സങ്കടകരമായ ഒരു കലുഷിത അന്തരീക്ഷമായിട്ട് പലപ്പോഴും നമുക്ക് കാണുന്നു. അത് പലപ്പോഴും പലരും പാനിക് ആവുന്ന രീതിയിൽ പലരും വീട് ചെയ്തിട്ടാകാം, എന്ത് കഴിഞ്ഞാലും ശരി. പക്ഷേ വൈറ്റ് പേപ്പർ എന്നത് ഒരു മലയാളത്തിൽ പറയുവാണെങ്കിൽ ധവളപത്രം. അപ്പൊ അത് ഗവൺമെന്റ് പ്രപ്പോസലാണ്. മൈഗ്രേഷൻ എങ്ങനെ കുറയ്ക്കാം അതിനെ പറ്റിയുള്ള ഒരു ഗവൺമെന്റ് പ്രപ്പോസൽ മാത്രമാണ് ഈ വൈറ്റ് പേപ്പർ. പക്ഷെ നിയമമായിട്ടില്ല. പക്ഷെ അതിലേറെക്കുറെയൊക്കെ നിയമമാകാനും ചാൻസ് അല്ല. ഏറെക്കുറെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലേബർ പാർട്ടിയാണ് UK ഭരിക്കുന്നത്. ഇവിടെ തീരുമാനങ്ങൾ തീർച്ചയായിട്ടും പാർലമെന്റിൽ അവർക്ക് പാസ്സാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ആവശ്യമായിരുന്നു ILR 10 വർഷമാക്കണം എന്നുള്ളത്. അവർ ഒരു 2 മാസം മുമ്പാണല്ലോ അവരത് ആവശ്യം അവരുടെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇതിൽ വരുന്ന ഈ പ്രധാനപ്പെട്ട പോയിന്റ് തന്നെ അതാണ് ILRനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരിക്കലും കൺസർവേറ്റീവ് പാർട്ടിക്കും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ ഒരു 90% മേലെയും ഇത് പാസ്സാക്കി എടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതിൽ വേറൊരു സംഭവമുണ്ട്. ഇതിന് ട്രാൻസിഷൻ പീരീഡ് 2028 വരേക്കും. അതായത് ഇത് നിയമം നിലവിൽ വരികയാണെങ്കിൽ തന്നെ ഒറ്റയടിക്ക് നിലവിൽ വരാൻ സാധ്യതയില്ല. 2028 വരെ 3 വർഷത്തോളം ഒരു സോഫ്റ്റ് ലോഞ്ചിങ് പോലെയായിരിക്കും ഈ ഒരു നിയമം തീർച്ചയായിട്ടും നിലവിൽ വരികയാണെങ്കിൽ തന്നെ ഉണ്ടാവുക.